സ്വാഭാവികം. വിജയം തലയ്ക്ക് പിടിക്കാതെയും പരാജയം ഹൃദയത്തിൽ കടക്കാതെയും സൂക്ഷിക്കുകയാണ് വേണ്ടത്. രണ്ടും നമ്മുടെ സ്വാഭാവിക താളം തെറ്റിക്കും. ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പ്രിയരെ, ആദ്യമേ തന്നെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും 1:30 സ്നേഹസംഗമത്തിന്റെ അവതാരികയാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ദർശന യൂട്യൂബ് മീഡിയ ഗ്രൂപ്പാണ്. നമ്മുടെ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ശ്രീമതി റിൻസി പുളിക്കൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ മാം. ഏവർക്കും നമസ്കാരം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവെന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൻ പൂവിൻ പുഴുവിൻ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ നവൃതം തൂകിയ ലോകപാലക ജഗദീശ, ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവെന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സീമ. വളരെ മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച റിൻസി മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. 243 സ്നേഹസംഗമത്തിൽ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീമതി റിയ ബാബുരാജിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ മാം. എല്ലാവർക്കും നമസ്കാരം. ദർശന മീഡിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർശന ക്ലബിന്റെ 243 സ്നേഹസംഗമത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രസ്തുത പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷനും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അച്ഛനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന സേവനത്തിന്റെ ഉത്തമ മാതൃകയായ എടക്കളത്തൂർ നിർമ്മല സദൻ മഠത്തിലെ നിർമ്മലദാസിയും അംഗവുമായ റവറൻഡ് സിസ്റ്റർ ലൂസി ഈടോർ മറ്റത്തെ ഒത്തിരി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള തോളൂർ പഞ്ചായത്തിലെ 15ാം വാർഡ് മെമ്പറും എന്റെ സുഹൃത്തുമായ ശ്രീമതി അനില ബിജുവിനെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായ ശ്രീ അനുരാഗ് മുണ്ടക്കയം ഒരു മികച്ച മോട്ടിവേഷണൽ സ്പീക്കറായും ഇൻക്ലൂസീവ് ആക്ടിവിസ്റ്റായും പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള ദർശന പാരാ അത്ലറ്റിക് മീറ്റ് ഗ്രൂപ്പ് അംഗവും സ്പോർട്സ് താരവുമായ ശ്രീ മുഹസിൻ ബാബുവാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി
പരിപാടിയുടെ തുടക്കം മുതൽ പരിപാടിയുടെ അവതരണം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് സീമ തോമസ്, റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ജോസ് കൊരട്ടി, ദർശന ക്ലബ് PRO ആയ ശ്രീ പിയൂസ് കോട്ടപ്പുറം, പ്രാർത്ഥനാ ഗീതം ആലപിച്ച ശ്രീമതി റിൻസി പുളിക്കൽ, നന്ദി അറിയിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ ഐവിൻ ടൈറ്റസ്, ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ, മറ്റ് എല്ലാ സംഘാംഗങ്ങളെയും, ഈ പരിപാടിയിലായിരിക്കുന്ന മറ്റെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി ഏറ്റവും ഭംഗിയായി പര്യവസാനിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏവരെയും കൃത്യമായി സ്വാഗതം ആശംസിച്ച റിയ ബാബുരാജിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. ദർശന സർവീസ് സൊസൈറ്റി എന്താണെന്നും ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. ജോസേട്ടാ, കേൾക്കാം. ഞാൻ ആ സ്വാഗതത്തിൽ ഇരുന്ന് പോയി, ഞാൻ ഇത് എടുക്കണ കാര്യം വിട്ടു. അത്രയും ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാം. ഈ ആഴ്ച ദർശനയുടെ മീഡിയ ഗ്രൂപ്പാണ് സ്നേഹസംഗമം ഗൂഗിൾ മീറ്റ് നടത്തുന്നത്. അടുത്ത ആഴ്ച ദർശനയുടെ സ്വിമ്മിംഗ് ഗ്രൂപ്പാണ്, മറക്കാതിരിക്കുക. ഇന്ന് രണ്ടാഴ്ച മുമ്പ് ചെയ്യേണ്ട നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പിന് പകരം ഈ തവണ നമുക്ക് ചോദ്യോത്തരങ്ങളാണ്, ക്വിസ് മത്സരമാണ്. ചോദ്യോത്തരങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ക്വിസ് മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. 2015 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതരുടെ ശിങ്കാരിമേളം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയർക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും സാമ്പത്തികമായി വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറി കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസന പ്രകടമാക്കുന്നതിന് ആത്മീയമായ പ്രോഗ്രാമുകൾ, ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് മനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു.
ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് 7/2/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറഞ്ഞു. CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 242ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന മാർഗദർശികൾ ഗ്രൂപ്പാണ്. അവതരണം ശ്രീ ജിഫിൻ KJ ഇരിങ്ങാലക്കുട. പ്രാർത്ഥന കുമാരി ക്ലാര ജോസഫ്. സ്വാഗതം കുമാരി LC പഴുവിൽ. റിപ്പോർട്ട് കുമാരി CP വർഗീസ് കോന്നി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷനെ ശ്രമിക്കാം. എല്ലാവർക്കും സ്വാഗതവും നന്ദി. ഫെബ്രുവരി 21 ദർശന 2ാമത് കലാമികവ് നടത്തുന്നു. കലാമികവിനോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് നടക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊടുത്തിരുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തത് മുളയം മേജർ സെമിനാരി അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ബെൻജോ ചിറ്റാട്ടുകരക്കാരൻ SDV ആയിരുന്നു. ഞാൻ 5 വർഷമായിട്ട് രാമനാഥപുരത്തായിരുന്നു. ഇപ്പോഴാണ് കേരളത്തിലെത്തിയത്. പെട്ടെന്ന് ലഭിച്ച ഒരു അവസരമാണ് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. ദർശനയിൽ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല. നമ്മുടെ ഒരു വാക്ക്, ഒരു പുഞ്ചിരി മറ്റൊരാൾക്ക് ആശ്വാസമായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കുറേയേറെ അറിവുകൾ പകർന്നു നൽകി. അപകടം നടന്നാലുടൻ 101 വിളിച്ചു പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും എത്തിച്ചേരാനും. അങ്ങനെ ചെയ്താൽ അപകടം നടന്ന സ്ഥലത്ത് എത്തുന്ന എത്തിച്ചേരാൻ സാധിക്കും. ഫയർഫോഴ്സ് ചെയ്യാത്ത ജോലികളില്ല. കുറേയേറെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ആശംസ പറഞ്ഞത് ദർശന മാർഗദർശി ഗ്രൂപ്പ് ലീഡർ ശ്രീ ലിജോ കോഴിക്കോട്. ഞാൻ ലിജോ കോഴിക്കോട്. ഞങ്ങൾ 3 മക്കളിൽ ഞാൻ മൂത്തവനാണ്. ഞാൻ 5 വർഷം ഡൽഹിയിൽ ജോലിയിലായിരുന്നു. അവിടെ വെച്ച് നടന്ന അപകടത്തെ തുടർന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ ആസ്പത്രിയിലേക്ക് ശ്രദ്ധയില്ലാതെ കൊണ്ടുപോയതിനെ തുടർന്ന് ഈ അവസ്ഥയിലായത്. അതിനുശേഷം നാട്ടിലെത്തി ചികിത്സ തുടർന്നു. ഫലമുണ്ടായില്ല. ഇപ്പോൾ 15 വർഷമായി വീട്ടിലിരുന്ന് ബിസിനസ്സുകൾ നടത്തി സ്വന്തമായി ഒരു പുതിയ കാർ വാങ്ങി. നമ്മൾ മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. അങ്ങനെ നമുക്ക് സന്തോഷമായിരിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗ അവസാനം നന്ദി പറഞ്ഞത് കുമാരി ട്രീസ മുള്ളൂർക്കർ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് പാസ്സാക്കില്ല. വളരെ വ്യക്തവും സ്പഷ്ടവുമായി റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ച ശ്രീ ജോസേട്ടൻ കൊരട്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ജോസേട്ടാ. ഗൂഗിൾ മീറ്റ് വഴി സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് നമ്മോട് കൂടെ ആയിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഫാദർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വലിയ സന്തോഷമാണ് ആയിരിക്കുവാനായിട്ട്. കാരണങ്ങൾ ഏറെയുണ്ട്. എങ്കിലും വലിയ സ്നേഹത്തോടെ തന്നെ ഇന്നത്തെ വിശിഷ്ടാതിഥികളെയും ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും കൃത്യമായിട്ട് സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാനൊന്ന് പറയാൻ പോകുന്ന ഒരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ ഷെക്കന ചാനലിന്റെ 3 മണിയുടെ കരുണക്കൊന്തയിൽ പറയാനായിട്ട് ചിന്തിച്ച ഒരു വചനമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-25 വചനങ്ങൾ. നന്മ ചെയ്യുന്നതിനും സ്നേഹത്തോടെ ജീവിക്കുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയുന്ന കാര്യങ്ങൾ പര്യാലോചിക്കുന്നു. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പര്യാലോചിക്കുക എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നന്മ ചെയ്യുവാനായിട്ടാണ്, സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ജനിച്ചിട്ടുള്ളതും പ്രവർത്തിക്കേണ്ടതും. എങ്ങനെയാണ് പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ കലഹമുണ്ടെങ്കിൽ നമുക്ക് ഭിന്നത കൂടും എന്നുള്ളതാണ്. പലപ്പോഴും കലഹിക്കാനല്ല,
ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരോട് നന്മ ചെയ്യുവാനായിട്ടാണ് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത്. സ്നേഹത്തോടെ ജീവിച്ച് പരസ്പരം നന്മ ചെയ്ത് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റി ആലോചിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി, ദർശന ക്ലബ്ബ്, അതിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാം, എങ്ങനെയൊക്കെ നന്മ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇതിൽ ഭാരവാഹികളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആയിക്കോട്ടെ, ഇതിലെല്ലാവരും ഭാരവാഹികളാണ്. ഒരിക്കലും നമ്മൾ ആരെയും ഭാരവാഹിത്വം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. റിജക്ഷൻ നടത്തുമ്പോഴാണ് ഭാരവാഹിത്വം നഷ്ടപ്പെടുന്നുള്ളൂ. കാരണം താല്പര്യമില്ലാതെ വരുമ്പോഴാണ് അത് നഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിലുള്ളവരെല്ലാവരും തന്നെ ഭാരവാഹികളാണ്. അതല്ലാതെ ഒരാൾ സോളമനച്ചൻ അല്ലെങ്കിൽ നമ്മുടെ PR അല്ലെങ്കിൽ ജോസേട്ടൻ എന്നുള്ള വ്യക്തികൾ മാത്രമല്ല, എല്ലാവർക്കും ഉത്തരവാദിത്വം കൊടുക്കാനായിട്ട് ദർശന സർവീസ് സൊസൈറ്റി തയ്യാറായിട്ടുണ്ട്. ആരൊക്കെ സംസാരിക്കുന്നോ, അതായത് മനസ്സ് വെക്കുന്നോ, സ്നേഹിക്കാനോ നന്മ ചെയ്യാനോ മനസ്സ് വെക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ ഭാരവാഹിത്വം ഉണ്ട്. നമുക്ക് ഭാരവാഹിത്വം വേണമെന്നില്ല, നന്മ ചെയ്യണമെങ്കിൽ സ്നേഹിക്കണമെങ്കിലൊക്കെ. മറിച്ച് നമ്മളെല്ലാവരും മനസ്സോട് കൂടിയിട്ട്, നല്ല മനസ്സോട് കൂടിയിട്ട് പരസ്പരം കൈകോർത്താലോ ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ പരസ്പരം പറയുന്നത് അത് അതിന്റെ ഫലത്തിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാവരും പൂർണ്ണരായിത്തീരാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. പൂർണ്ണരായിത്തീരണം, എല്ലാം ഒന്നിനും കുറവില്ലാത്തവരായിത്തീരണം എന്നുള്ളത്. നമ്മളിലൊരു കുറവുണ്ട്, തീർച്ചയാണ്. നമ്മൾ ഭിന്നശേഷി എന്നുള്ളത് പലപ്പോഴും നമ്മൾ കുറവുള്ളവരാണെന്നുള്ള ഒരു ചെറിയ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളിലുണ്ട്. പക്ഷെ ആ കുറവ് നമ്മൾ കുറവല്ലാതെ ആക്കിക്കൊണ്ട് ഏറ്റവും നിറവുള്ളവരാക്കി മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും സ്നേഹത്തോടെ അല്ലെങ്കിൽ ഏറ്റവും നിറവോടുകൂടി ജീവിക്കാനായിട്ട് എന്താ പറയുക, ഒരു സെൽഫ് എസ്റ്റീം, സ്വയം അഭിമാനത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ വളരുന്നതാണ്. അതിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. നമുക്ക് കാരണം അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 21-ാം തീയതി നമ്മുടെ ഒരു സൗജന്യ നേത്ര ക്യാമ്പ് നമ്മൾ നടത്തുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നോക്കുന്നത്. ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്ന അതിനൊക്കെ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സൗജന്യ നേത്ര ക്യാമ്പ് നടത്തുന്നു, കലാമികവ് നമ്മൾ നടത്തുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 70-ൽ പരം ആൾക്കാർ വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സീമ ആണ് ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. 70-ൽ പരം ആൾക്കാർ വന്നു ചേർന്ന് കഴിഞ്ഞ് ഇനിയും അത് കൂടാനായിട്ട് സാധ്യതകളുള്ളൂ. അപ്പൊ അത്രമാത്രം ഇതിനോട് സഹകരിക്കുന്നു. അത് അവര് സഹകരിക്കുന്നു എന്നുള്ളതല്ല, അവരിതിനോടൊപ്പം അതിന്റെ അധികാരത്തിൽ വന്നിരുന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഞായറാഴ്ചകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീമയുടെ നേതൃത്വത്തിലും രാമകൃഷ്ണ മാഷിന്റെ നേതൃത്വത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബറ്റാലിയൻ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നു. എല്ലാത്തിനും കൺവീനർമാര്, 10 ഐറ്റംസിന് കൺവീനർമാര്, മറ്റ് കമ്മിറ്റി അംഗങ്ങള്, സിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. പുറമെ നിന്നുള്ള വ്യക്തികൾ പോലും ഇതിനോടൊപ്പം സഹകരിക്കുവാനായിട്ട്, വോളണ്ടിയേഴ്സ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമാണ്, നമ്മുടെ പരസ്പര സ്നേഹമാണ്, പരസ്പരം നന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറ്റുള്ളവർ നമ്മളോടൊപ്പം കൈകോർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കാരണമായി തീരുന്നത്. പലപ്പോഴും വിഘടിച്ചാൽ ഒരിക്കലും ചേരാൻ പറ്റാത്ത രീതിയിൽ, ഒരിക്കലും രമ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അകന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അകന്നു പോകാനായിട്ട് ഇടയാകും. അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് പരിശ്രമിക്കാതെ, ഇനി അടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ശനിയാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത മാർച്ച് മാസം 21-ാം തീയതി അതിന്റെ നോട്ടീസൊക്കെ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. മാർച്ച് മാസം 21-ാം തീയതി ശനിയാഴ്ച തന്നെയാണ് അമല മെഡിക്കൽ കോളേജിൽ വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും കാണാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെയും സൗജന്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ്. സൗജന്യ നേത്ര ക്യാമ്പ് മാത്രമല്ല, സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നടത്തുന്നത്. അന്നേ ദിവസം നമുക്ക് വാർഷിക ആഘോഷമായിട്ടാണ് നമ്മൾ നടത്തുന്നത് എങ്കിലും അത് ഒരു ഉപകാരപ്രദമാക്കി മാറ്റുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകണം. നമ്മുടെ ആരോഗ്യം നമുക്ക് വേണം. നമ്മളിപ്പോൾ ആരോഗ്യ രംഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് കല, കായിക, വിദ്യാഭ്യാസ, തൊഴിൽ, പരിശീലന, ഭവന നിർമ്മാണ മേഖലകളിലാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി ആരോഗ്യ മേഖലകളിലേക്കും നമ്മൾ പ്രവേശിക്കാനായിട്ട് തയ്യാറാകുകയാണ്. നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആരോഗ്യ മേഖലയിലേക്കും
നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ചു പേർക്കൊക്കെ ഒരു പെൻഷൻ എന്ന പോലെ നമ്മൾ ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മാസവും ചെറുതായിട്ട് ഇതില് സഹകരിക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. അല്ലാതെ വെറുതെ ഒരു അപേക്ഷ തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരണം എന്നുള്ളതിലല്ല, മറിച്ച് നമുക്ക് നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും സഹകരിക്കുന്ന വ്യക്തികൾ, എല്ലായ്പ്പോഴും സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, എല്ലായ്പ്പോഴും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു പെൻഷൻ പദ്ധതി എന്ന പോലെ, അല്ലെങ്കിൽ ചികിത്സാ ഒരു സഹായ നിധി എന്ന പോലെ നമ്മൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 5-10 പേർക്ക് നമുക്ക് എല്ലാ മാസവും മാറി മാറി മറ്റുള്ളവർക്ക് എല്ലാവർക്കും എത്തത്തക്ക രീതിയിൽ നമുക്കൊരു ചെറിയ സഹായം ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഇങ്ങോട്ടും ഇല്ലെങ്കിൽ അങ്ങോട്ടില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങോട്ട് അപ്പൊ എല്ലാവരും പറയുന്ന ഒരു സാധനം, എന്റെ മൊബൈൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ മൊബൈൽ വർക്ക് ചെയ്യുന്നത്? അത് കഷ്ടപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ടി നന്നാക്കിയപ്പോഴാണ് ഇപ്പൊ അങ്ങോട്ട് മാത്രം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത് പറയും. അതായത് ആവശ്യം നേരത്ത് അങ്ങനെ വർത്താനം പറയാ, ഇങ്ങനെ വർത്താനം പറയാ, അതല്ല. നമ്മളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നത്, എന്നോടൊപ്പം അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ദർശനോടൊപ്പം നിൽക്കുന്നതിലല്ല, നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അത് കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ആര് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം, എവിടെ വേണമെങ്കിലും പോകാം, നിങ്ങൾക്ക് ഗ്രൂപ്പ് വിട്ടു പോകാം, അങ്ങനെ യാതൊരു തടസ്സങ്ങളില്ല. പക്ഷെ നമ്മൾ കൂട്ടായ്മ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയും അല്ലെങ്കിൽ നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും സഹകരണവും ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാനോ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പോകാനോ ഇതൊന്നല്ല പറയുന്നത്. അതായത് കൂട്ടായ്മയാണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രാഹിം എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 24-25 പറഞ്ഞ പോലെ സ്നേഹിക്കാനായിട്ട്, സ്നേഹത്തോടെ ജീവിക്കാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്, പരസ്പരം എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു അതൊക്കെ അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ലക്ഷണമായിട്ട് ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആരോഗ്യ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പൊ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എവിടെയൊക്കെ നമുക്ക് നിങ്ങള് നോട്ടീസിലൊക്കെ വായിച്ച് കാണുമായിരിക്കാൻ തോന്നുന്നു. എത്ര ക്യാമ്പ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതില് എത്രയൊക്കെ ഓഫറുകളൊക്കെ അവർ തന്നിട്ടുണ്ട്. റാണിമേന നൈറ്റ് ക്ലിനിക്കാർ ഓഫറുകൾ തന്നിട്ടുണ്ട്. അമല ഹോസ്പിറ്റലും ഓഫർ തരുന്നുണ്ട്. നിങ്ങൾക്കൊരു കാർഡ് ലഭ്യമാകും. അതുവഴിയായിട്ട് നിങ്ങൾക്ക് അവിടെ കൺസെഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാർഡിൽ കിടക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിന്റെയൊക്കെ രേഖകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ നോട്ടീസ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓൾറെഡി ചർച്ചകളെല്ലാം കഴിഞ്ഞു. ഇനി പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ നേത്ര ക്യാമ്പിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ലിങ്കിലൂടെ പ്രവേശിക്കാനായിട്ട് കൃത്യമായിട്ട് പരിശ്രമിക്കുക. അതുവഴിയായിട്ട് ഒരു നമ്പർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും, എത്ര പേര് വരുന്നു വരുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ലിങ്കിലൂടെ നിങ്ങൾ സാധിക്കുന്നവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കയറാവുന്നതാണ്. ഇതില് ഭിന്നശേഷി എന്നുള്ള ഒരു അവസ്ഥയില്ല. എല്ലാവർക്കും അതിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്, നേത്ര ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ കലാമികവിലേക്ക് വരുന്ന വ്യക്തികൾ പാർട്ടിസിപ്പൻസിന്റെ കൂടെ ഒരാൾക്ക് മാത്രമേ വരാൻ അനുവാദമുള്ളൂ. അവർക്ക് മാത്രമേ ഭക്ഷണ സൗകര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ നിങ്ങൾ ക്യാമ്പിലേക്ക് വരുന്നവർക്ക് വരാം, പോകാം, തടസ്സമില്ല. ഈവൻ നമ്മുടെ പ്രോഗ്രാം കാണാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ ഭക്ഷണത്തിന് എത്രയും 70+ പിന്നെ 70 ആൾക്കാർ വരുമ്പോൾ അത് ഒത്തിരി നമ്പറായി തീരും. നമുക്ക് കോളേജുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പാടില്ല. ആ സമയത്ത് അവിടെ വന്ന് ഒരു ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നത് നല്ലതല്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ പരസ്പരം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു തരുന്നുണ്ട്. പാർട്ടിസിപ്പൻസിന്റെ കൂടെ ഒരു വ്യക്തിക്കും കൂടി ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവര് നേരത്തെ തന്നെ സീനിയോട് പറഞ്ഞു വെക്കുക. അപ്പൊ അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് ചായ, സ്നാക്സ് അതെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ വരുന്ന പാർട്ടിസിപ്പൻസ് ചെയ്യുന്ന വ്യക്തികൾക്ക് 300 രൂപ അടങ്ങുന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പൊ അതും നിങ്ങൾ പാർട്ടിസിപ്പൻസിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പങ്കെടുക്കാൻ ആഗ്രഹിച്ച് പങ്കെടുക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. 70 പേരാണ് വരുന്നതെങ്കിൽ 70 പേർക്ക് ഉണ്ടായിരിക്കും, കൂടെ വരുന്നവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ
മാക്സിമം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുവഴിയായിട്ട് ചെയ്യുന്നത്. മാക്സിമം നിരുത്സാഹപ്പെടുത്തുകയല്ലാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല, അവർക്ക് മാത്രമേ ഉള്ളൂ, അതാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസെഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. മാക്സിമം എല്ലാവരും സഹകരണത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ 3 മണിക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ നിന്ന് പയ്യെ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഈ 1 മണിക്കൂർ ആരാധന എന്നുള്ളത് ഭംഗിയായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്നും കൂടി അപേക്ഷിക്കുന്നു. താങ്ക് യു. ബൈബിൾ വചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സോളമൻ അച്ഛനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനകളും നേരുന്നു. സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്നു സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സിസ്റ്റർ. ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ റെവറൻ ഫാദർ സോളം കടമ്പാട്ട് പങ്കുവച്ച ബാക്കി ദർശന ഗ്രൂപ്പിലെ മറ്റ് വിശിഷ്ട അതിഥികളെ, അംഗങ്ങളെ, ഈ പ്രത്യേകമായ ധന്യ നിമിഷത്തില് നിങ്ങളുടെ ഈ സംഗമത്തിലേക്ക് എന്നെയും കൂടെ കൂട്ടിച്ചേർന്ന് പ്രത്യേകം നന്ദി പറയാണ്. ഇങ്ങനെ ദർശന ഗ്രൂപ്പിന്റെ പരിപാടികളൊക്കെ റിപ്പോർട്ടിലൂടെയും അച്ഛനിലൂടെയാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ദർശന ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഒക്കെ അറിയാം, പക്ഷെ ഈ വക പരിപാടികൾ ഇത്രമാത്രം ആസൂത്രിതമായി നിങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുത ഇപ്പോഴാണ് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചത്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ദർശനം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്കും ആ ദർശനം പങ്കുവെച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ഉദാര മനസ്സ്, അതുപോലെ അച്ഛൻ പറഞ്ഞു നന്മ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്നേഹത്തോടെ ജീവിക്കാനുള്ള ആ വലിയൊരു കൃപയാണ് ഈ ഒരു ദർശന ഗ്രൂപ്പിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ ആഹ്വാനം ചെയ്യണം. അപ്പൊ നമ്മൾ നന്മ ചെയ്യുന്നതിന് മുൻതൂക്കം തയ്ക്കുക. അതാണ് ഈശോമിശിഹ അങ്ങനെയാണ് നന്മ ചെയ്യുകയാണ് ചെയ്തത്. ഈശോയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, എല്ലാവർക്കും നന്മ മാത്രമേ ഈശോ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അവിടെ തിന്മയുടെ ശക്തി അവിടെ രൂപപ്പെട്ടു നമുക്കറിയാം. എന്നിരുന്നാലും ദൈവം അതെല്ലാം സഹിക്കാനായിട്ട് തയ്യാറായിരുന്നു. അപ്പൊ നമുക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പലതരം തടസ്സങ്ങൾ നമുക്കുണ്ടാവാം, പ്രതിസന്ധികൾ നമുക്ക് നേരിടാം. എന്നാൽ അതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ സന്യാസി അയാളെ നദിക്കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അയാളോട് പറഞ്ഞു വിജയിക്കാനുള്ള മാർഗം ഈ നദിയിൽ ഒളിഞ്ഞിരിക്കണമെന്ന്. ഇത് കേട്ട് നദിയിലേക്ക് ഇറങ്ങിയ അയാളുടെ കഴുത്തറ്റം വരെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അയാൾ സന്യാസിയോട് ചോദിച്ചു ഇനിയെങ്കിലും ആ രഹസ്യം പറഞ്ഞു തരാൻ. ഇത് കേട്ട് സന്യാസി അയാളെ പൂർണ്ണമായി വെള്ളത്തിലേക്ക് മുക്കി. അയാൾക്ക് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് അയാള് ഒന്നുകൂടെ രക്ഷപ്പെടാൻ നമ്മൾ നോക്കിയെങ്കിലും വീണ്ടും അദ്ദേഹത്തെ ആ സന്യാസി വെള്ളത്തിലേക്ക് പൂർണ്ണമായി മുക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ സർവശക്തി ഉപയോഗിച്ചിട്ട് ആ സന്യാസിയെ തട്ടിമാറ്റി ഉയർത്തു വന്നിട്ട് ചോദിക്കും, ദേഷ്യപ്പെട്ടു തുടങ്ങി. എന്നിട്ട് സന്യാസിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി ശാന്തമായിട്ടാണ് മറുപടി പറഞ്ഞത്. ആദ്യമൊക്കെ അയാൾ കുറച്ച് ശക്തിയെ ഉപയോഗിച്ചുള്ളൂ, എന്നാൽ അവസാനം വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്നു എന്ന് കരുതി ആ നിമിഷം സർവശക്തി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യമെന്ന് ആ സന്യാസി പറഞ്ഞ് ഫലിപ്പിക്കുകയുണ്ടായി. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയം വരിക്കാനുള്ള ഒരു മനസ്സിന്റെ ധൈര്യം, പരിശ്രമം, ഇതൊക്കെ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മടുപ്പ് കൂടാതെ ധീരതയോടെ പ്രവർത്തിക്കാനുള്ള ആ കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ സമ്പാദിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഈ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സംഗമം അതൊരു പറയുന്നു 243ാമത് സ്നേഹ സംഗമമാണെന്ന്. അപ്പൊ ഇത്രയും സംഗമമൊക്കെ നിങ്ങൾ നടത്താൻ നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങള്, സഹായങ്ങള്, അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദാനമാണ്. എല്ലാ അനുഗ്രഹവും ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് വ്യക്തികളുടെ ആവാം, മറ്റ് പല സാഹചര്യങ്ങളിലൂടെ ആവാം. അപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് പലതരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്, ഇതൊക്കെ നിങ്ങൾ ഈ ലോകത്തിന് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ആരും നിങ്ങളെ കൈവിടുന്നില്ല, താങ്ങും തണലുമായി എപ്പോഴും കൈകോർത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ധീരതയോടെ മുന്നേറാണ്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇതിനുള്ള അനുഗ്രഹം നമുക്ക് തരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തെ കൂട്ടുപിടിക്കുക, ലോകം മുഴുവനും പ്രാർത്ഥിക്കുക. ഏത് തരത്തിലാണ് നമ്മുടെ ശാരീരികമായ വൈകല്യങ്ങളൊക്കെ ദൈവം കാണുന്നു. പക്ഷെ നമുക്ക് മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തിന് മറ്റുള്ളവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതൊക്കെ വലിയൊരു നന്മ പ്രവൃത്തിയും കൂടിയാണ്. സഹായങ്ങൾ നൽകുക എന്നതിൽ കവിഞ്ഞ് നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ നമുക്കറിയാം. വളർന്നു വന്നുകൊണ്ട് യുവതലമുറകള്, കുഞ്ഞുമക്കള് നമുക്കറിയാം, കുടുംബങ്ങളെ നമുക്കറിയാം. ഇവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ത്യാഗങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ട ഒരു സമയം ആസന്നമായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാവരും അനുഭവിക്കാൻ തക്കവിധമായി തീരുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രകാശത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായിട്ട് ശോഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി വളരെ സന്തോഷത്തോടെ നമുക്ക് കൂടെ ആയിരുന്ന സിസ്റ്റർ താങ്ക് യു. കൂടെ ഇരുന്നത് എടക്കളത്തൂർ വാർഡ് മെമ്പർ ശ്രീ അനില ബിജു ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ മാം. നമസ്കാരം. ദർശന ക്ലബിന്റെ ഈ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷൻ റവറൻ ഫാദർ സോളമൻ അച്ഛൻ, അതുപോലെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ നിർമ്മല സദൻ എടക്കളത്തൂരിലെ ലൂസി കീഴൂർമറ്റം, അതുപോലെ സിസ്റ്റർ, അതുപോലെ നമ്മുടെ ഇതിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും, പിന്നെ നമ്മുടെ അവതാരിക നമ്മുടെ സീമ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് ഇതില് വിളിച്ചതിൽ ആദ്യം തന്നെ വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണത്. അപ്പൊ സീമ എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് ഇത് എന്നുള്ളത്. അപ്പൊ ഈ ദർശന ക്ലബിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നത് സീമയാണ്. അപ്പൊ അതില് വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. സ്നേഹസംഗമം എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പേരുള്ളത് പോലെ തന്നെ സ്നേഹം പങ്കുവെക്കാനും അതിന്റെ പരസ്പരം കരുത്തായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിക്കണത്. പേരിൽ തന്നെ ഉണ്ട് സ്നേഹസംഗമം എന്നുള്ളത്. പിന്നെ ഭിന്നശേഷി എന്ന് പറയുമ്പോ നമ്മള് എല്ലാവരും വിചാരിക്കും അതൊരു കുറവാണെന്ന്. പക്ഷെ അത് ഒരു കുറവല്ല, അത് മറ്റൊരു തരത്തിലുള്ള കഴിവാണെന്ന്. നിങ്ങളിൽ ഓരോരുത്തരും എല്ലാവരിലും ഓരോ കഴിവുകളുണ്ട്. അപ്പൊ അത് സ്പെഷ്യൽ എബിലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. കാരണം ഒരു കുറവ് എന്നല്ല, അതിനപ്പുറം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ സീമയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ആളനെ കൂടുതലും കണ്ടേക്കണത് എല്ലാ പരിപാടികളിലും വന്നിട്ടുള്ള ഒരു പരിചയമാണ് കൂടുതൽ. മൂപ്പര് നമ്മുടെ നാട്ടില് ഇവിടെ എടക്കളത്തൂര് ദേശാഭിമാനിയുടെ നമ്മുടെ നാടകോത്സവം നടത്താറുണ്ട് എല്ലാ വർഷങ്ങളിലും. ആ നാടകോത്സവത്തിന് എല്ലാ ദിവസവും വരുന്ന ഒരാള് എന്ന് പറയുന്നത് സീമയാണ്. അപ്പൊ ആള് ഒരു ഭാഗത്ത് അങ്ങനെ അടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കണ ഒരാളൊന്നല്ല. അപ്പൊ എല്ലാ മേഖലകളിലും, പിന്നെ മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ഇതില് കായിക മത്സരങ്ങളിലും 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരോടും ഓരോ കഴിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് സ്പെഷ്യൽ എബിലിറ്റി ആണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അത് നിങ്ങള് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു സഹതാപമല്ല ആവശ്യമുള്ളത്. അവരെന്നെ നമ്മള് തുല്യ അവസരങ്ങളും അതുപോലെ അവരെന്നെ ചേർത്ത് നിർത്തലാണ് അവർക്ക് ആവശ്യം. അതിന് ഈ ക്ലബിന് അത്തരത്തിലുള്ള പരിപാടികൾ, ക്രിയാത്മകമായിട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ക്ലബിന് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയ്ക്ക്, ഈ ദർശന ക്ലബിന്റെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അതുമാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് മറ്റേ തോളൂര് പഞ്ചായത്തില് നമുക്ക് ഈ ഭിന്നശേഷി വിഭാഗക്കാർക്ക്, അങ്ങനെ പറയണത് തന്നെ ഇതാണ്, എന്നാൽ കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ തന്നെ എല്ലാവിധ അവരുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും അവർക്കും ഉണ്ടാവും.
അതുപോലെ ഇപ്പൊ അടുത്ത് തന്നെ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആവശ്യമുള്ള ആൾക്കാർക്ക് മെഡിക്കൽ ക്യാമ്പിന് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപകരണങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് കൂടി ഞാനിതിൽ പറയണു. പിന്നെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും അതുപോലെ ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു ക്ലബ്ബ് വലിയൊരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. മാം തിരക്ക് മാറ്റി വെച്ചിട്ടായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് താങ്ക് യു മാം. ഒരു സംശയം ചോദിച്ചു നോക്കി നോക്കാം മാഡത്തിനോട്. മാഡം പോയാ? ഇല്ലേ, പറഞ്ഞോളൂ. അതിപ്പോ നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ടല്ലേ, ഈ 30 വയസ്സ് കഴിഞ്ഞ വനിതകൾക്ക്, ജോലിയില്ലാത്ത വനിതകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് BPLും APLും അങ്ങനെ തരംതിരിവുണ്ടോ ആ കൊടുക്കുന്ന കാര്യത്തില്? ഉണ്ട്. BPLകാർക്കാണ് അത്, മുൻഗണനാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കണേ. APLകാർക്കില്ല. APLകാർക്കില്ല അല്ലേ? ശരി. അതേസമയം ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കള്, അതായത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള മക്കള്, പഠിക്കുന്ന കുട്ടികള് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ഒരു സ്കോളർഷിപ്പും കൂടി കൊടുക്കുന്നുണ്ട് 1000 രൂപയുടെ. അത് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് അപേക്ഷിക്കുന്നത്. അതിന് നമ്മുടെ വാർഷിക വരുമാനം 5 ലക്ഷത്തിന് കൂടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ APL BPL വേർതിരിവൊന്നും ഇല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ ഒരു വർഷമാണ് അത് കൊടുക്കുന്നുള്ളൂ. അതായത് 12 മാസം 1000 രൂപ വെച്ചിട്ട് 12,000 രൂപ. അങ്ങനെയാണ് ആ ഒരു പാക്കേജ്. ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രം. ഈ ഗൂഗിൾ മീറ്റിലൂടെ വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ശ്രീ അനുരാജിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. സർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് പെട്രോൾ പമ്പിലാണ്. കാരണം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വോയിസ് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. കാരണം ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അർജന്റായിട്ട് ഒന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. ഒഴിവാക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട്. അതേസമയം നമ്മുടെ സ്നേഹത്തോടെ സീമ മാഡം നമ്മുടെ സ്നേഹസംഗമത്തില് പങ്കെടുക്കണം എന്നും പറഞ്ഞു. അപ്പോ അതും നമുക്ക് വിടാൻ പറ്റൂല. നമുക്ക് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ വരുന്നുണ്ടല്ലോ, പക്ഷെ അതൊക്കെ മറികടക്കാനുള്ള ഒരു വഴികളും നമുക്ക് ഉണ്ടാവും. അത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അങ്ങനെ സ്വീകരിച്ചൊരു വഴിയാണ്. ഞാനിപ്പോ ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പ്രിയപ്പെട്ട അച്ഛൻ, പിന്നെ അതേപോലെ ലൂസി സിസ്റ്റർ, അതേപോലെ അനില മേഡം ഒക്കെ സംസാരിച്ചു. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞാനൊരു സെർബ്രൽ പാൾസി ബാധിതനാണ്. 60% സെർബ്രൽ പാൾസി ബാധിതനാണ്. സ്വദേശം കാസർഗോഡ് മുണ്ടക്കയിന്നാണ്. നിങ്ങൾ എൻഡോസൾഫാനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് ഞാൻ ജനിച്ചു വീണത്. അമ്മ 7ാം മാസത്തിലാണ് പ്രസവിച്ചത്. അങ്ങനെ ആദ്യകാലത്ത് ഒരു 4 ഓപ്പറേഷനും പിന്നെ വീണ്ടും പിന്നെ വെയിറ്റ് ഒക്കെ കൂടി ബെഡിലായി വീണ്ടും 4 ഓപ്പറേഷൻ, അങ്ങനെ 8 ഓപ്പറേഷന് ശേഷമാണ് ഇപ്പോ ഈ മുച്ചക്ര വാഹനത്തിലെങ്കിലും പോവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് വന്നത്. എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാല് ഞാൻ MA പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നുണ്ട് ഇഗ്നോന്ന് ഡിസ്റ്റന്റ് ആയിട്ട്. പിന്നെ PhDക്ക് ക്വാളിഫൈഡ് ആണ് വിത്ത് സ്കോളർഷിപ്പ്, JRF, പാരാ ഒളിമ്പിക് പവർ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് കോടീശ്വർ ഫ്ലവേഴ്സ് 1 കോടി പോലെയുള്ള റിയാലിറ്റി ഷോയില് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്നുണ്ട്. മോട്ടിവേഷണൽ ട്രെയിനർ ആയിട്ട് കൂടി പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ാരനായ സ്കൗട്ട് റോവറാണ്. ഇതൊക്കെയാണ് എന്നെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കിപ്പോ ഭിന്നശേഷി, ഇപ്പൊ ഞാൻ ജനിച്ചു വീണതിന് ശേഷം എന്റെ പാരന്റ്സിനും എന്റെ ചുറ്റുമുള്ള സമൂഹത്തിനും ഒരുപാട് പരിമിതികള് ഞാൻ കാരണം വന്നിട്ടുണ്ട്. പക്ഷെ ആ പരിമിതികള് അവർക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുക,
അങ്ങനെ അവരെന്നെ ചിന്തിക്കാതെ ഞാനൊരു എന്താ പറയാ പരിധിയെ മറികടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്റെ നാളെ ലോകം അറിയപ്പെടണമെന്നാണ് ഞാൻ പഠിക്കുക. അപ്പൊ അതിനാണ് എന്റെ എപ്പോഴും കഷ്ടപ്പാടിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഇപ്പോ ഞാൻ 8 ഓപ്പറേഷൻ കഴിയുമ്പോഴും അത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം പലതും ചെറിയ പ്രായത്തിൽ കഴിയുമ്പോൾ അതിന്റെ ട്രോമ നമുക്ക് വിട്ടുമാറാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ സംസാരിക്കാനോ ഈ പറയുന്ന പോലെ പ്രായത്തിനൊത്ത പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതലായി നമ്മൾ സോഷ്യലൈസേഷനായി, അതായത് നമ്മളെ സീമാ മേഡത്തിനൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ പരിപാടിക്കും നമ്മൾ പോയി നമുക്ക് പോവണം എന്നുള്ള ആവേശത്തിന് നമ്മൾ സ്റ്റെപ്പ് കയറാനും ജിമ്മിലേക്ക് മുകളിലേക്ക് പോകാനൊക്കെ പഠിച്ചു. എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അഡ്രഗ ഇനി നീ എണീറ്റ് നടക്കില്ല, എനിക്ക് മുന്നത്തെ പോലെ നടക്കാൻ പറ്റില്ല, നിനക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് സ്റ്റെപ്പ് കയറിയേ പറ്റൂ, എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ. ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 90 കിലോ ഉണ്ടായത്, ബെഡ് റിട്ടേൺ ആയിരുന്നു. അങ്ങനെ വെയിറ്റ് കുറക്കണം എന്ന് വാശി വന്നു. ഡോക്ടർ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ നാട്ടിൽ നിന്നൊക്കെ സർജറി ചെയ്യാൻ പോകുമ്പോ എന്റെ ഫ്രണ്ട്സോടൊക്കെ നമുക്ക് വന്നിട്ട് ക്രിക്കറ്റ് കളിക്കണം, കാരണം ചെറിയ പ്രായത്തിലെ എല്ലാ കുട്ടികളും എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ കൂടെ കളിക്കും. അപ്പൊ എന്റെ ഒരു മാറ്റി നിർത്തിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ അവരുടെ കൂടെ ഇനിയും മത്സരിക്കണം, അവരുടെ കൂടെ കൂടണം എന്നുള്ള വാശിയില് ഞാൻ തിരിച്ചു വരണമെന്നില്ലേനും നടക്കണമെന്നില്ലേനും ഞാൻ സ്റ്റെപ്പ് കയറി വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ പോയി, ജിമ്മിലേക്ക് പോയി 25 കിലോ ഞാൻ കുറച്ചു. ഇപ്പൊ എന്റെ വെയിറ്റ് ഏകദേശം 70 70-ന് താഴെ 69 ഇന്ന് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. പക്ഷെ വേദന ഉണ്ട്. ഇപ്പോഴും എനിക്കൊരു 3 സർജറി ബാക്കിയാണ്. ആ സർജറി ചെയ്താൽ ഞാൻ കിടത്തത്തിലാവും. എന്നാൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിന്റെ വേദനയൊക്കെ സഹിച്ച് നമ്മൾ പോകുന്നത്, ആ പോകുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന പ്രചോദനങ്ങളും. ഇപ്പൊ ഞാൻ എത്രയോ പ്രാവശ്യം ഈ പറയുന്ന സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോ എനിക്ക് പോകാൻ പറ്റില്ല. അത് പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ല, അത് സൗകര്യം ഇല്ലാത്തതിന്റെ പേരിലല്ല. എന്റെ കൂടെ വരാനോ എന്റെ ആഗ്രഹം മനസ്സിലാക്കാനോ ഉള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞാൻ കാലത്തിനിപ്പുറം മറികടന്നുകൊണ്ട് എന്റെ അന്നത്തെ ഫ്രണ്ട്സ് ഒന്നും കാണാത്ത ദാടികള് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒന്ന് കാസർഗോഡ് മുതൽ കണ്ണൂര് വരെ പോണെങ്കിൽ ഒരാൾ വേണം. പക്ഷെ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സീമാ മേഡത്തോട് ചോദിച്ചാൽ മതി, എന്റെ എല്ലാ വീഡിയോസും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാൾക്കും ബാധ്യതയാവാതെ എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥയും ആരോഗ്യാവസ്ഥയും നേടിയെടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കാസർഗോഡ് ടൗണിലാണ് ഉള്ളത്. ഞാൻ എന്നെ പോവാണ്. ഏത് പാതിരാത്രിയും ഏത് പുലർച്ചെയും ചായ കുടിക്കണം എന്ന് തോന്നിയാലും ഞാൻ ഇറങ്ങിപ്പോവും. എത്ര സ്റ്റെപ്പ് ഇട്ടേയും കയറി എനിക്ക് ചായ കുടിക്കണം എന്ന് തോന്നിയാലും ചായ കുടിക്കും, എനിക്ക് പോവണ്ടെന്ന് തോന്നിയാലും പോകൂല. അങ്ങനെ തിരുവനന്തപുരം വരെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. ഞാൻ ഒരിക്കൽ സഞ്ചരിക്കാം. ഈ തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു സംവാദത്തിന് പോകുന്ന സമയത്ത് എന്റെ കൂടെ വരാന്ന് പറഞ്ഞ സുഹൃത്താണ് റെയിൽവേ സ്റ്റേഷനിൽ എന്നോട് പറയുന്നത്, അനുരാഗെ ഞാൻ ഉറങ്ങിപ്പോയി. കാരണം അവന്റെ പ്രധാനപ്പെട്ട പരിപാടിയല്ല, അവൻ എന്റെ കൂടെ വരണ്ടാവാണ്. എനിക്കായിരുന്നു ആ പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ആ നിമിഷത്തില് അങ്ങനെ ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാല് നാളെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും. എന്നോട് എപ്പോഴും എന്റെ അച്ഛനും അമ്മയും പറയാറ്, മോനെ നിനക്ക് നീയേ ഉണ്ടാവും ഒരു പോയിന്റിനപ്പുറം. അപ്പൊ അതെന്റെ ഉള്ളിൽ തറച്ചതുകൊണ്ട് എപ്പോഴും എന്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാം, എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ചായ ഉണ്ടാക്കാം, ഒറ്റയ്ക്ക് എങ്ങനെ നമ്മുടെ സർബത്ത് ഉണ്ടാക്കാം, ഇതൊക്കെ ഞാൻ പരീക്ഷിക്കുന്ന. ഒറ്റയ്ക്ക് എങ്ങനെ ഒരു റൂമിൽ നിൽക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കാം. അപ്പൊ അങ്ങനെ ഞാന് റെയിൽവേ സ്റ്റേഷനിൽ ആളില്ലാതാകുമ്പോ ഞാൻ എന്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് കയറുന്നത്. അതിനു മുന്നേ എന്റെ പ്രചോദനമായത്, ഞാൻ കയറുന്ന ട്രെയിനിന് മുന്നേ 2 കാലുകളും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു വ്യക്തി
കയറി പോകുന്നത് ഞാൻ കണ്ടു. അതെനിക്ക് വലിയ പ്രചോദനമായി. തൊട്ടടുത്ത ട്രെയിൻ തന്നെ എൻ്റെ ഫ്രണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയായി സംവദിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, എൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് മിസ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഒരവസരവും മിസ്സാവരുത് എന്നുള്ള വാശിയിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 5-6 പ്രാവശ്യം തിരുവനന്തപുരം പോയി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലാസ് എടുക്കാൻ പോയി. ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യം, നമ്മളെപ്പോഴും ഈ പരിമിതിയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കുള്ള സൗകര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ കയറുമ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് കയറ്റാൻ പറയാം. അവിടെ തന്നെ വിളിച്ചു പറഞ്ഞാല് ചെല്ലുന്ന സ്റ്റേഷനില് പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ ഇറക്കാനുണ്ടാവും. അപ്പൊ അതൊരു പോസിബിലിറ്റിയാണ്, നമുക്ക് ചുറ്റുമുള്ള ഒരു മാറ്റം. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് വണ്ടി പിടിക്കണമെങ്കിൽ ഊബർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ ആരാണോ സ്വീകരിക്കുന്നത് അവരോട് അവിടെ വരാൻ പറയാം. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബുക്ക് മൈ ഷോ ഉണ്ട്, ബുക്ക് മൈ ഹോട്ടൽ ഉണ്ട്. അതുപോലെയുള്ള ഞാൻ എപ്പോഴും പറയാറ്, നമ്മുടെ ഏജ് എന്തോ ആവട്ടെ, നമുക്ക് ചുറ്റും ഒരുപാട് നമുക്ക് ആക്സസ് ചെയ്യാൻ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ടെക്നോളജികൾ. ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയുന്നത്, എനിക്കിപ്പോ എഴുതാൻ ബുദ്ധിമുട്ടാണ്, എഴുതാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ എഴുതാൻ ടൈമുള്ള ഒരാൾ എന്തായിരിക്കും, വോയിസ് ടൈപ്പിംഗ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുന്നത് എനിക്കറിയാം. ഞാനിപ്പോ പൊതുവെ ആൾക്കാരോട് പറയാം, ഒരു നോർമലായിട്ട് ജനിക്കുന്നതിനെക്കാട്ടി ഞാൻ ജനിച്ചത് ഭിന്നശേഷിക്കാരനായിട്ട് ജനിച്ചത് എന്റെ ഭാഗ്യം. അത്രത്തോളം അവസരം എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ നഷ്ടപ്പെടുന്നതേ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഡയറിയിൽ ഡെയിലി എനിക്ക് ഇന്ന് കിട്ടിയ അവസരം എന്ന് ചോദിച്ചാല് നമ്മളാരും അത് കാര്യമാക്കി വെക്കുന്നില്ല. നിങ്ങളാരും അതില്ല, അവിടെ പോകാൻ പറ്റിയില്ല, ഇവിടെ പോകാൻ പറ്റിയില്ല എന്നായിരിക്കും നമ്മുടെ പരാതി. പക്ഷെ എല്ലാവരും ചെയ്യുന്നതിനെ കാട്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ സാധ്യതകളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 കമ്പനികളുടെ സിഇഒമാരെ അറിയാം. 5 കമ്പനി, അതായത് ഏഷ്യൻ പെയിന്റ്സ് ഏറ്റവും അടുത്ത ബന്ധമാണ്. ഈ ബന്ധം ഉണ്ടാക്കിയത് ഞാൻ ഈ സംസാരിച്ചിട്ടാണ്. അതെങ്ങനെയെന്ന് പറയാൻ സിമ്പിളാണ്. എനിക്ക് ഭിന്നശേഷിക്കാരനായാലും കിട്ടിയ ഒരു ട്രിക്കാണ്. നമുക്കറിയാം ദിവ്യാഞ്ജൻ കാർഡ് റെയിൽവേന്റെ, ഈ ദിവ്യാഞ്ജൻ കാർഡിൽ നമുക്ക് ഈ AC-യിൽ പോവാലോ, ഇവിടെയുള്ള എല്ലാവർക്കും പോവാലോ. നമുക്ക് 1000 രൂപയുടെ ടിക്കറ്റ് 500 രൂപയാണ്. ചില സമയത്ത് അതും കുറച്ചിട്ട് നമുക്ക് എക്കണോമിക് ക്ലാസ്സിൽ പോവാം. ഈ AC കോച്ചിൽ ആരാ ഉണ്ടാവുക? പൊതുവെ ആരാ ഉണ്ടാവുക? വളരെ പ്രീമിയം, വളരെ കമ്പനികളുടെ സിഇഒമാരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റക്ക് പോകുമ്പോ എന്തായിട്ട് അവർ നമ്മളോട് ചോദിക്കും, എവിടെ പോവാ, ഇങ്ങനെ പോവാ. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 കാര്യമാണ്. ഒന്ന് നമ്മുടെ തല, ഒന്ന് നമ്മുടെ നാവ്. ആർക്ക് താഴെ എന്ത് സമയം, ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനമ്മയോടും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു വാക്ക് പറയുന്നുണ്ട്, അനുരാഗ് ഇനി എന്ത് സംഭവിച്ചാലും നാക്കും തലയുള്ളിടത്തോളം കാലം അനുരാഗ് സർവൈവ് ചെയ്യും. അത് ഞാനും പറയാം. കാരണം നമ്മുടെ ഭിന്നശേഷിക്കാരായാലും ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോ ഒരു നല്ല വരക്കേണ്ട കഴിവുണ്ടാവും, ചിലപ്പോ ഒരു പ്രോഗ്രാം മാനേജ് ചെയ്യേണ്ട കഴിവുണ്ടാവും. ഞാനൊരു 2 ദിവസം മുമ്പേ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു സീമ മേഡത്തിന്. അപ്പൊ അതെന്റെ എന്റെ 3-ാം വയസ്സിൽ 3-ഓ 4-ാം വയസ്സിൽ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുമ്പോൾ ഉള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അത് അന്ന് നടന്നില്ല, നടന്നത് 24-ാമത്തെ വയസ്സിലാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാൽ ഏതൊക്കെ ഒരു പോയിന്റിൽ അത് നടക്കും. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല എന്നാണ്. ഇപ്പൊ നിങ്ങള് ഈ പറയുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികള് പെട്രോൾ പമ്പിലും അതേപോലെ ഒരുപാട് TVS-ന്റെ ഒക്കെ ഫാക്ടറീസില് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാത്തോണ്ടാണ്. ബാംഗ്ലൂര്, ഇനേബിൾ ഇന്ത്യ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ ഇത് കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ കേൾവി പരിമിതിയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്താണെന്ന് അറിയും. എന്തായിരിക്കും? അതൊരു പോസിബിലിറ്റിയാണ്.
എന്തായിരിക്കും? ഫാക്ടറീസിൽ, സൗണ്ടൊക്കെ ഉണ്ടാവുന്ന ഫാക്ടറീസിൽ വർക്ക് ചെയ്യാം. കാരണം അങ്ങനെ നമ്മളൊരു 4-5 പേരെ റിക്രൂട്ട് ചെയ്തപ്പോഴേ, എൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു കമ്പനിയിൽ റിക്രൂട്ട് ചെയ്തപ്പോഴേ കാരണം ആ കമ്പനിക്ക് ലാഭം ഉണ്ടായി. കാരണം അവര് ബാക്കി സൗണ്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവര് കൂടുതൽ വർക്കിലാണ് ഫോക്കസ്. അപ്പോൾ നമ്മളെപ്പോഴും പരിമിതിയായി കാണാതെ പരിമിതിയെ ബഹുമതിയായി കാണുക. പരിമിതി ഉണ്ടെങ്കിൽ അല്ലെ, പ്രഷർ കുക്കറിൽ വെച്ചാലേ ചോറാവും, അല്ലെങ്കിൽ അത് അരിയാണ്. ഉപയോഗപ്പെടണമെങ്കിൽ പ്രഷർ വേണം, ചലഞ്ചസ് വേണം. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ലില്ലി മാഡം ഉണ്ട്, പിന്നെ അതേപോലെ മേഴ്സി, ജോയ്, അനില മാഡം ഉണ്ട്, സീമ മാഡം ഉണ്ട്. ഇവരെല്ലാം ഒരേ മുഖം ഉള്ളവരാണോ? ഒരേ തരത്തിൽ കണ്ണുള്ളവരാണോ? ഒരേ തരത്തിൽ പല്ലുള്ളവരാണോ? സീമ മാഡം കന്നഡ വെക്കുന്നു, ഞാൻ കന്നഡ വെക്കുന്നില്ല. നമ്മളെല്ലാരും മനുഷ്യരാണ്. സീമ മാഡത്തിന് ചിലപ്പോ നടുവിന് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് നടുവിന് ബുദ്ധിമുട്ടില്ല. എനിക്ക് കാലിനായിരിക്കും ബുദ്ധിമുട്ട്, വേറൊരാൾക്ക് കണ്ണിനായിരിക്കും ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോ മറികടക്കാനുള്ള വഴികളും ഉണ്ടാവും. ചിലപ്പോ മറികടക്കാൻ കുറച്ച് പെടാപ്പാട് വരും, പക്ഷെ ഞാൻ മറികടന്ന് കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല എന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ആള് മറികടന്ന് കിട്ടുന്ന സമ്മാനം. മനസ്സിലായില്ലേ? എത്ര ബുദ്ധിമുട്ടുണ്ടോ അതിനെത്ര നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സെഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. ഏതായാലും 243ാമത്തെ സ്നേഹ സംഗമം എന്നൊക്കെ പറയുമ്പോ ആഴ്ചതോറും നിങ്ങൾ വെക്കുന്ന ഈ ഒരു കാര്യം, ഇത് ചില്ലറ കാര്യമല്ല. എനിക്ക് നിങ്ങളെയൊക്കെ നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. ദർശന ക്ലബ്ബ് അച്ഛനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീമ മേഡം, അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇവർക്ക് അയച്ചു കൊടുക്കണം, നമ്പേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കണം. ഞാൻ അഡ്വക്കസി കോർഡിനേറ്റർ കൂടിയാണ്, അതായത് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ സ്കീമുകള്, കാര്യങ്ങള്, പദ്ധതികളൊക്കെ അറിയിക്കുന്ന ഒരു ആള് കൂടിയാണ് ഞാൻ. എന്തായാലും സീമ മേഡത്തിന് അയച്ചു കൊടുക്കും അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് സീമ മേഡം അയക്കും. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത്രയും ഇതാക്കണ്ടു. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുമക്കളെ വളർത്തുമ്പോൾ ഭിന്നശേഷിക്കാരനായ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവരെ അത് അംഗീകരിച്ചുകൊണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സിമ്പതി ഇല്ലാതെ വളർത്തുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മിസ്റ്റേക്ക് വെച്ചാല്, അതേ മിസ്റ്റേക്ക് വേറെ വെച്ചാല് ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടുന്ന വഴക്ക് സെയിമാണ്. അല്ലെങ്കിൽ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് വഴക്ക് കുറക്കുന്ന അല്ലെങ്കിൽ സിമ്പതറ്റിക്കൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കില്ലിനെ ബാധിക്കും. ഞാൻ ഇത് കാര്യം പറയാം. ഞാൻ നമ്മുടെ ഒരു മേക്ക് എ വിഷ്, ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെ മേക്ക് എ വിഷ്, കുഞ്ഞു ആഗ്രഹങ്ങള്, ഭിന്നശേഷിക്കാരുടെ ആഗ്രഹങ്ങള് സാധിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഹെഡാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഡിസൈനറെ തപ്പിയിറങ്ങി. അപ്പൊ ഞാൻ ഈ ഭിന്നശേഷിക്കാരായ ഏകദേശം ഡിസൈനറെ തപ്പിയിറക്കുമ്പോ നമുക്ക് വേണ്ട എക്സ്പെക്ടേഷൻ ഓഫ് ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവര് പലപ്പോഴും അവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഇത് രസമില്ല, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുണ്ട് എന്നുള്ള സജഷൻസ് പലപ്പോഴും ആർക്കാർ കൊടുക്കുന്നില്ല. അവർക്ക് വിഷമാവോ സങ്കടാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു വ്യക്തിയായി തന്നെ ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഉള്ളത് ആ പേഴ്സണായി വ്യക്തിയായി കാണണം. നമ്മൾ പലപ്പോഴും കാണുക പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നാണ്. ആ വാക്കിന്റെ ഏറ്റവും ആദ്യത്തെ വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തിയായി കാണുക, അനുരാഗായി കാണുക. കാരണം ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എന്റെ ബുദ്ധിമുട്ട് കാലിനായിരിക്കും. അപ്പൊ എല്ലാവർക്കും പ്രശ്നമുണ്ട് അല്ലേ? മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ട് പലതരമാണ്, പ്രതിസന്ധികൾ പലതരമാണ്, വഴികൾ പലതരമാണ്. ആ വഴികൾ നമ്മൾ എങ്ങനെ എടുക്കുന്നു, പ്രതിസന്ധികളെ എങ്ങനെ കാണുന്നു എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും പരിമിതിയെ ഓർത്ത് വിഷമിക്കാതെ, പ്രതിസന്ധിയെ ഓർത്ത് വിഷമിക്കാതെ പരിഹാരം തേടുക. പരിഹാരം തേടിയാല് സമ്മാനങ്ങളും പലഹാരങ്ങളും പരിഹാരങ്ങളും നമുക്ക് ഉണ്ടാവും. ഇത്രയും ഞാൻ പറയുന്നു.
ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ് ഫ്രം സ്നേഹ സംഗമം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു ടു സീമ മാം. സീമ മാമിന് ഒരുപാട് താങ്ക് യു. നമ്മൾ വളരെ പാരാഒളിമ്പിക് കോമ്പറ്റീഷനാണ് പരിചയപ്പെട്ടത്. വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു പങ്കുചേരൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പെട്രോൾ പമ്പിൽ കുറേ നേരമായി, ഇവിടെ തൊട്ട് മാറണം. അപ്പൊ ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? താങ്ക് യു. അനുരാഗ് സാറിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ആശംസ പറയുന്നതിനായി ദർശന പാരാ അത്ലറ്റ് ഗ്രൂപ്പ് അംഗവും കലാകായിക രംഗ താരവുമായ മുഹസിൻ ബാബു സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സർ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സീമ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേര് മുഹസിൻ ബാബു. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വണ്ടൂർ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, LD ക്ലാർക്കായിട്ട്. ദർശന ക്ലബിൽ ഏകദേശം 2-3 വർഷമായിട്ട് ദർശന ക്ലബിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ അവസരം നൽകിയതിൽ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയപ്പെടുന്ന പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ എല്ലാം ശ്രവിച്ച് കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലൂസി സിസ്റ്റർ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഇപ്പോഴും ലൈനിൽ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഏറെ നന്ദിയുണ്ട്. കാരണം ഇത്രയും നേരം തിരക്കുകൾക്കിടയിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇരിക്കുന്നത് എന്നത് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനുരാഗ്, ജോസേട്ടൻ കരട്ടി, ഐവിൻ ടൈറ്റസ്, പ്രിയപ്പെട്ട സീമ, പിഷേട്ടൻ, സജു, അങ്ങനെ തുടങ്ങിയ എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. ഞാനെപ്പോഴും നമ്മുടെ ദർശന ക്ലബ്ബ് ഒരു അത്ഭുതത്തോടു കൂടിയാണ് കാണാറുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഭിന്നശേഷിക്കാരെ ഇത്രയേറെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ട് ഇത്രത്തോളം ആത്മാർത്ഥമായി, അതുപോലെ തന്നെ എന്തൊരു പരിപാടി നടത്തുമ്പോഴും അതിൻ്റെ ഒരു അച്ചടക്കം ഞാൻ വളരെ ഇതായിട്ടാണ് തുണ്ട് തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് കമ്പനികളിലും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മുടെ ദർശന ക്ലബിൻ്റെ സൊസൈറ്റിൻ്റെയൊക്കെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ, ഒരു പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ആലോചനകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. ഞങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങളിൽ മലപ്പുറം ജില്ല മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവരെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പുറകിലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ജില്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ആ ഒരു അവസരത്തിലാണ് ദർശന ക്ലബ്ബ് ഇങ്ങനെ അങ്ങോട്ടും ഓടി നടന്നിട്ട് നമ്മൾ അച്ഛനൊക്കെ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ദർശന ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ്. ആദ്യമായിട്ടൊരു വേദിയിൽ പാട്ട് പാടിയിട്ട് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദർശന ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്ന് തോന്നിയിരുന്ന ഒരുപാട് മേഖലകളിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സ്പോർട്സിലും പിന്നെ ആർട്സിലും ഒക്കെ നമുക്ക് അവസരം ലഭിക്കുകയും അതിന് അനുമോദനങ്ങളും ഉപഹാരങ്ങളും ഒക്കെ ലഭിച്ച ജീവിതത്തിൽ ആദ്യമായിട്ട് ദർശനയിൽ വന്നതിന് ശേഷമാണ്. 1-2 അവസരങ്ങളിൽ ഞാനത് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഈ ദർശന ക്ലബ്ബ് ഒരു തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഈ ദർശന ക്ലബ്ബ് പോലത്തെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ, ഇത്ര അച്ചടക്കത്തോടും പിന്നെ ആത്മാർത്ഥത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ കേരളത്തിലെ ഭിന്നശേഷി സമൂഹം ഇന്ന് എവിടെ എത്തിയിരിക്കും എന്നുള്ളത് പലപ്പോഴായിട്ട് ചിന്തിച്ച് പോകാറുണ്ട്. സീരിയസ്ലി, ഞാൻ ഒരു ഭിന്നശേഷി സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദർശന ക്ലബ്ബ് അത് ഏറ്റെടുത്ത് വളരെ ഞാൻ പറഞ്ഞില്ല നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് ലെവൽ സ്പോർട്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അതിനൊക്കെ കോർഡിനേഷനൊക്കെ ഭയങ്കര അബദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ അതേ സ്ഥാനത്ത് തൃശ്ശൂരിൽ വെച്ചിട്ട് നമ്മുടെ ദർശന ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ഇത് ടീം വർക്ക്
വളരെയധികം ചെയ്തിട്ടുണ്ട്. ഓരോ മുക്കിലും മൂലയിലും അച്ഛൻ്റെ അതുപോലെ തന്നെ സീമ മറ്റുള്ള എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ആ ഒരു തൃശ്ശൂരിൽ വെച്ച് ആ ഒരു കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആ പരിപാടിയിൽ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ സ്റ്റേറ്റ് ലെവൽ പരിപാടിക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരു ആസൂത്രണത്തിൻ്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ദർശന ക്ലബ്ബ് എന്നും എന്താ പറയുക, സമൂഹത്തിൽ ഭിന്നശേഷിക്കാരത്ര അധികം ചേർത്ത് പിടിക്കുന്ന വേറൊരു സംഘടന ഇല്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പറയാനുണ്ട് ദർശനത്തെ കുറിച്ച്. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ എന്ത് തിരക്കുണ്ടായിരുന്നു, സീരിയസ്ലി എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് തൃശ്ശൂരിൽ അല്ലെങ്കിൽ ദർശന ക്ലബിൻ്റെ ഒറ്റ പരിപാടികളും മുടങ്ങാതെ എത്താറുണ്ട്. കാരണം അവിടെ വരുമ്പോഴുണ്ടാകുന്ന കിട്ടുന്നൊരു മനസ്സുഖം, നമ്മുടെ അങ്ങനെ അംഗീകാരവും ഒരു എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സുദിനം സമ്മാനിച്ചിട്ടാണ് എല്ലായിടത്തും പോലെ. പിന്നെ പിന്നെ ഫസ്റ്റിൽ ഞങ്ങൾക്ക് സ്പോർട്സ് മീറ്റിലൊക്കെ വിജയിച്ച ശേഷം അച്ഛനൊക്കെ ഓടി നടക്കുകയാണ്. അതായത് ഇവർക്ക് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിത്തരാൻ വേണ്ടി തൃശ്ശൂരിൽ അന്ന് 4-5 സ്ഥലത്ത് പോയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ മെഡലും അതുപോലെ തന്നെ മൊമെൻറ്റോസും ഗിഫ്റ്റുകളൊക്കെ അച്ഛൻ ഓടി നടന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ജീവിതത്തിലൊരു പ്രത്യേകിച്ച് ഒരു ഭിന്നശേഷിക്കാർ ആരാലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണല്ലോ ഭിന്നശേഷിക്കാർ. അവരെ ഇത്രയധികം ടേക്ക് കെയർ ചെയ്യുന്നൊരു സ്ഥാപനം ഇല്ലയെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയിൽ കുറച്ച് സമയം സംസാരിക്കാൻ അവസരം തന്നതിൽ ടീം ദർശന സൊസൈറ്റി ക്ലബിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുഹാസിൻ ബാബു സർ, താങ്ക് യു സോ മച്ച്. അവസാനമായി സ്നേഹസംഗമത്തിന്റെ ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുവാൻ ശ്രീ ഐവിൻ ടൈറ്റസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഐവിൻ ടൈറ്റസ്. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സ്നേഹസംഗമത്തിന്റെ 243ാമത്തെ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛന് എൻ്റെ പേരിലും ദർശന കുടുംബത്തിലെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി ദർശന ക്ലബ്ബ് പ്രസിഡന്റായ ശ്രീ സാജു ജോൺ ജാനെ എൻ്റെ പേരിലും ദർശന കുടുംബത്തിലെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറൻ സിസ്റ്റർ ലൂസി ഈഴർ മഠത്തിലും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യാതിഥിയായി എത്തിയ അടക്കളത്തൂർ വാർഡ് മെമ്പർ ശ്രീ അനില ബിജു മാഡത്തിനും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി വിശിഷ്ടാതിഥിയായി ക്ഷണം സ്വീകരിച്ച് എത്തിയ ശ്രീ അനുരാഗ് മുണ്ടക്കയത്തിനും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുന്നു. 243ാമത്തെ സ്നേഹസംഗമത്തിൽ ആശംസ പറയുവാൻ എത്തിയ ശ്രീ മുഹസിൻ ബാബുവിനെ എൻ്റെ പേരിലും ദർശന ക്ലബിലെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. 243ാമത്തെ സ്നേഹസംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസ് കൊരട്ടിച്ചാനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്വാഗതം പറയാനെത്തിയ ശ്രീമതി റിയ ബാബുരാജിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തെ ഭക്തിസാന്ദ്രമാക്കി പ്രാർത്ഥനാഗാനമയച്ച ശ്രീമതി റിൻസി പുൽക്കലിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 243ാമത്തെ സ്നേഹസംഗമത്തെ വളരെ ഭംഗിയോടെ അവതരണം നടത്തിയ കുമാരി സീമ തോമസിനെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും PR ആയ പിയൂസ് കോട്ടപ്പുറം ചേട്ടനെയും ദർശന കുടുംബാംഗങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇവിടെ 243ാമത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് ഇൻചാർജിമാർക്കും എല്ലാ ലീഡേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി. ഐവിൻ ടൈറ്റസ്.
ആത്മാർത്ഥതയോടും കൂടി ഏവർക്കും നന്ദി അറിയിച്ച ഐവിൻ ടൈറ്റസിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഐവിൻ ടൈറ്റസ്. 243 സ്നേഹസംഗമം ഇവിടെ സമാപിച്ചിരിക്കുന്നു. മറ്റൊരു സ്നേഹസംഗമവുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.